ഇടുക്കി വണ്ടിപ്പെരിയാറിലെ സഹോദരങ്ങളുടെ വീട്ടിൽ വൈദ്യുതി ഇല്ലാത്ത സംഭവത്തിൽ കളക്ടറുടെ ഉത്തരവ് നടപ്പിലാക്കാതെ KSEB അടിയന്തരമായി കുട്ടികളുടെ വീട്ടിൽ വൈദ്യുതി എത്തിക്കണമെന്ന് ജില്ലാ കളക്ടർ ഉത്തരവിട്ടിരുന്നു. പോസ്റ്റിനായി മരം കണ്ടെത്താൻ കുട്ടികളുടെ അച്ഛൻ മോഹനോട് KSEBയുടെ നിർദ്ദേശം വന്നിരിക്കുകയാണ്. വിവരങ്ങളുമായി സുബിൻ തോമസ് ഉണ്ട്. സുബിൻ, പ്രേക്ഷകരിലേക്ക് ജനം TV എത്തിച്ച വാർത്തയാണ്. വല്ലാത്തൊരു ക്രൂരതയാണ്. 2 കൊച്ചു പെൺകുട്ടികൾ, അവർക്ക് പഠിക്കണമെങ്കിൽ മെഴുകുതിരി വെളിച്ചം വേണം. ആ ഇരുട്ടത്തിരുന്ന് കുട്ടികൾ പഠിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസം കളക്ടർ ഈ വിഷയത്തിൽ ഇടപെട്ടു. എത്രയും വേഗം അവർക്ക് വൈദ്യുതി കണക്ഷൻ ലഭ്യമാക്കണമെന്ന ഒരു നിർദ്ദേശം കളക്ടർ നൽകിയിരുന്നു. പക്ഷേ ഇപ്പോൾ KSEBക്ക് എന്താണ് പ്രശ്നം, സുബിൻ? നിലവിലിപ്പോൾ ഇത്രയും നാൾ പോപ്സ് എസ്റ്റേറ്റ് ആയിരുന്നു ഈ കുട്ടികളുടെയും അതുപോലെ തന്നെ ഈ കുടുംബത്തിന്റെയും കാര്യത്തിൽ വില്ലനെങ്കിൽ നിലവിലിപ്പോൾ KSEB വില്ലനാകുന്ന ഒരു സാഹചര്യമാണ് എന്തായാലും ഇപ്പോൾ ഉടലെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഈ വൈദ്യുതി നൽകാൻ KSEB ആണ് ഇപ്പോൾ എതിര് നിൽക്കുന്നത് എന്നുള്ളതും വസ്തുതയാണ്. പ്രധാനമായും ഈ വീട്ടിലേക്ക് വൈദ്യുതി എത്തിയിരുന്നത് വണ്ടിപ്പെരിയാർ ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു കെട്ടിടത്തിൽ നിന്നാണ്. ആ ഒരു കെട്ടിടത്തിന്റെ നടത്തിപ്പുകാരനാണ് ഈ കുട്ടികളുടെ വല്യച്ഛനായ വിജയൻ. അപ്പൊ ആ ഒരു കെട്ടിടത്തിൽ നിന്നാണ് ഇവിടേക്ക് വൈദ്യുതി എത്തിച്ചിരുന്നത്. ഈ കെട്ടിടത്തിലേക്ക് വൈദ്യുതി എത്തിച്ചിരുന്ന ഏകദേശം 5ഓളം മരപ്പോസ്റ്റുകളാണ് ഒടിഞ്ഞു പോയത്. നിലവിൽ ഇപ്പോൾ ഈ മരപ്പോസ്റ്റുകൾ ഈ മോഹൻ കണ്ടെത്തണമെന്നുള്ള ഒരു വിചിത്രമായിട്ടുള്ള ഒരു കാര്യമാണ് നിലവിൽ ഇപ്പോൾ KSEB അധികൃതർ മുമ്പോട്ട് വച്ചിരിക്കുന്നത്. ഈ മരങ്ങൾ കണ്ടെത്തി ഈ മരങ്ങൾ സ്ഥാപിച്ചു കൊടുത്താൽ വന്ന് KSEB ലൈൻ വലിച്ച് കണക്ഷൻ കൊടുക്കാം എന്നുള്ളൊരു കാര്യമാണ് ഇന്നലെ ഈ മോഹനും കുട്ടികളും ഈ KSEB ഓഫീസിലെത്തിയപ്പോൾ KSEB ഉദ്യോഗസ്ഥർ അറിയിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ എടുത്തു പറയേണ്ടത് ഈ വണ്ടിപ്പെരിയാർ ക്ലബിലേക്കുള്ള വൈദ്യുതി ലൈൻ അതൊരു സ്വകാര്യ വ്യക്തിയുടെ പേരിലുള്ള വൈദ്യുതി ലൈനാണ്. അവിടെ KSEBക്ക് നേരിട്ട് മറ്റു പ്രവർത്തനങ്ങൾ നടത്താനാവില്ല. ഈ വ്യക്തി സ്വന്തമായി പോസ്റ്റുകൾ സ്ഥാപിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ വൈദ്യുതി കണക്ഷൻ നൽകാനാകൂ. അങ്ങനെ വൈദ്യുതി കണക്ഷൻ നൽകാൻ മാത്രമേ ഉത്തരവുള്ളൂ. നിലവിൽ കളക്ടറുടെ ഉത്തരവിൽ പറയുന്നത് മുൻപ് എങ്ങനെയായിരുന്നോ ഈ വീട്ടിലേക്ക് വൈദ്യുതി എത്തിയിരുന്നത് അത്തരത്തിൽ തന്നെ വൈദ്യുതി കൊടുക്കണമെന്നുള്ളൊരു നിർദ്ദേശമാണ് എന്തായാലും ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയത് എന്നുള്ളതാണ് KSEB നൽകുന്ന വിശദീകരണം. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നുള്ളത് ഈ കുട്ടികൾ 2.5 മാസമായി ഈ ഒരു ദുരിതം അനുഭവിക്കുകയാണ്. ഈ മെഴുകുതിരി വെട്ടത്തിൽ ഏകദേശം ഒരു ദിവസം 1.5 കിലോയോളം മെഴുകുതിരി കത്തിച്ചു വെച്ചാണ് ഇവരുടെ ജീവിതം മുമ്പോട്ട് നീക്കുന്നത് അവർ കുട്ടികൾ തന്നെ പറയുകയുണ്ടായിരുന്നു. കൂടാതെ ഈ മെഴുകുതിരി വെട്ടത്തിൽ ഇരുന്ന് പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് രണ്ട് മാസത്തോളം ആ മെഴുകുതിരി വെട്ടത്തിൽ നിന്ന് പഠിക്കുമ്പോൾ ആ കുട്ടികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട്, അവരുടെ കണ്ണിന് ഭയങ്കര എരിച്ചിലാണ്, കണ്ണിന് വേദനയാണ് എന്നെല്ലാം കുട്ടികൾ തുറന്നു പറയുമ്പോഴും അടിയന്തരമായി വൈദ്യുതി എത്തിക്കാൻ മറ്റു മാർഗങ്ങൾ KSEBക്ക് സ്വീകരിക്കാം. പക്ഷെ അതൊന്നും സ്വീകരിക്കാതെ ഈ മുട്ടാപ്പോക്ക് ന്യായങ്ങൾ പറഞ്ഞ വൈദ്യുതി മുടക്കുന്ന ഒരു നിലപാടിൽ തന്നെ KSEB തുടരുന്നത് അത്യന്തം ഖേദകരമാണ്. എന്തായാലും ആ കുട്ടികളുടെ ദുരിതം അവസാനിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. ഈ വീടിനോട് ചേർന്ന് തന്നെ മറ്റൊരു വശത്തു കൂടി വൈദ്യുതി ലൈൻ കടന്നു പോകുന്നുണ്ട്. ഇവിടെ നിന്ന് ഏകദേശം 1 പോസ്റ്റോ അല്ലെങ്കിൽ 2 പോസ്റ്റോ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഇവരുടെ വീട്ടിൽ പുതിയ കണക്ഷൻ എത്തിക്കാമെന്നിരിക്കുകയാണ്. ഈ പഴയ കണക്ഷൻ പിടിച്ചുകൊണ്ട് ആ ഭാഗത്തോട് മാത്രമേ, അതായത് വണ്ടിപ്പെരിയാർ ക്ലബ്ബിൽ വൈദ്യുതി എത്തിച്ച ശേഷം മാത്രമേ ഇവിടേക്ക് വൈദ്യുതി എത്തിക്കാൻ സാധിക്കൂ എന്നുള്ള നിലപാട് KSEB എടുത്തിട്ടുള്ളത്. ഇതിൽ എടുത്തു പറയേണ്ടത് ഈ ദേശീയപാതയുടെ ഓരത്തു നിന്നാണ് ഈ ഒരു വൈദ്യുതി ലൈൻ ആരംഭിക്കുന്നത്. ഈ ഒരു സ്വകാര്യ വ്യക്തിയുടെ പേരിലുള്ള വൈദ്യുതി ലൈൻ ഈ ക്ലബിലേക്ക് ആരംഭിക്കുന്നത്. ആ ഭാഗത്ത് ഏകദേശം 27ഓളം പോസ്റ്റുകളുണ്ട്, മരപ്പോസ്റ്റുകളാണ് ഇതെല്ലാം. ഇതിൽ 5 ഒടിഞ്ഞുപോയി, ബാക്കിയുള്ളവരെല്ലാം തന്നെ അപകടാവസ്ഥയിലായി നിൽക്കുന്ന സാഹചര്യമുണ്ട്. നിലവിൽ ഇപ്പോൾ 5 മരപ്പോസ്റ്റുകൾ സ്ഥാപിച്ച് നൽകിയാലും ബാക്കി പോസ്റ്റുകൾ എപ്പോൾ വേണമെങ്കിലും ഒടിയാനും ഇത്തരത്തിൽ വൈദ്യുതി വീണ്ടും നഷ്ടപ്പെടാനുമുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ 27 പോസ്റ്റുകൾ ഈ മോഹൻ കണ്ടെത്തേണ്ടതായി വരും, മരങ്ങൾ കണ്ടെത്തേണ്ടതായി വരും. യൂക്കാലി മരങ്ങൾ കണ്ടെത്തി 27 യൂക്കാലി മരങ്ങൾ കണ്ടെത്തി സ്ഥാപിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ പൂർണ്ണമായും നമുക്കിപ്പം ഈ കുട്ടികളുടെ അച്ഛൻ മോഹൻ ചേരുന്നുണ്ട്. മോഹൻ, താങ്കൾക്ക് കേൾക്കാമോ? ഹലോ, കേൾക്കുന്നുണ്ടോ? മോഹൻ, ഞങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ ദുരവസ്ഥ കണ്ടതാണ്. ജനം TV ഈ കുടുംബത്തിന്റെ ദുരവസ്ഥ വാർത്തയാക്കിയതാണ്. ആ കുട്ടികൾക്ക് പഠിക്കണമെങ്കിൽ മെഴുകുതിരി വെളിച്ചം മാത്രമാണ് ആശ്രയമായിട്ടുണ്ടായിരുന്നത്. അന്നും KSEBയുടെ ഒരു അനാസ്ഥ തന്നെയാണ് ചൂണ്ടിക്കാട്ടിയിരുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ പിന്നീട് കളക്ടർ ഇടപെട്ടു. എത്രയും വേഗം നിങ്ങളുടെ വീട്ടിലേക്ക് വൈദ്യുതി കണക്ഷൻ എത്തിക്കണമെന്ന ഒരു നിർദ്ദേശം നൽകിയിരുന്നു. ഈ ഉത്തരവൊക്കെ വന്നിട്ടും ഈ ഉത്തരവിന് പുല്ലുവില കൽപ്പിക്കുകയാണ് KSEB എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. KSEB ഉദ്യോഗസ്ഥർ താങ്കളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ? എന്താണ് അവർ പറയുന്നത്? ഇന്നലെയാണ് പോയി കളക്ടർ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പോയി ചോദിക്കാൻ പോയി, കാരണം സാറേ കറണ്ട് വരുമോ എന്നാ സാറേ എന്ന് പറഞ്ഞ് EBയുടെ പോയി ചോദിച്ചു. അന്നേരം EBക്കാർ പറഞ്ഞ് ഇതുപോലെ പോസ്റ്റ്, നമ്മൾ ഈ മറപ്പോസ്റ്റൊക്കെ കിടക്കുന്ന പോസ്റ്റിൽ തന്നെ ഞങ്ങൾ ലൈൻ കൊടുക്കാൻ പറ്റത്തുള്ളൂ, നിങ്ങളുടെ ലൈൻ പ്രൈവറ്റ് ലൈനാണ്. അപ്പോൾ അത് കാരണം ഈ പോസ്റ്റൊക്കെ നിങ്ങൾ ഒടിഞ്ഞ് ചാഞ്ഞ് കിടക്കുന്ന പോസ്റ്റ് മറപ്പോസ്റ്റൊക്കെ നിമിത്ത് വെച്ച് നല്ല വേറെ പോസ്റ്റ് ഇട്ട് ലൈൻ കമ്പി വലിച്ചിട്ട്
പിന്നെ ഞങ്ങൾക്ക് വന്ന് ഫീസ് കെട്ടിവിടാം എന്നൊക്കെ അവർ പറഞ്ഞു. 27 പോസ്റ്റ് മാറണമെന്ന് പറഞ്ഞ് അവർ പറഞ്ഞു. 5 പോസ്റ്റ് മറിഞ്ഞ് കിടക്കുക നിലവിൽ. ഈ പോസ്റ്റ് സ്ഥാപിക്കാനായി ഈ ഭൂമി കണ്ടെത്തി നൽകണം എന്നുള്ളതാണ് KCBയുടെ നിർദ്ദേശം എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇത് എങ്ങനെ കണ്ടെത്തി നൽകണം, അങ്ങനെ എന്തെങ്കിലും പറയുന്നുണ്ടോ അവർ? അതൊക്കെ അവർ പോസ്റ്റ് മാറാനാണ് അവർ പറയുന്നത്. ഞങ്ങൾ പഴയ ലൈനിൽ തന്നെ തരാൻ പറ്റത്തുള്ളൂ. ഈ 27 പോസ്റ്റ് മാറുന്നത് 2 പോസ്റ്റ് തരുവാണെങ്കിൽ നമുക്ക് വീട്ടിൽ കറണ്ട് എത്താം. ശരി മോഹൻ, എന്തായാലും KCBയുടെ ഈ ഒരു ഗുരുതരമായ അനാസ്ഥ ഒരു കുടുംബത്തിന്റെ വെളിച്ചമാണ് കെടുത്തി കളയുന്നത് എന്നുള്ളതാണ്. വണ്ടിപ്പെരിയാറിൽ നിന്നുള്ള സഹോദരിമാർക്കാണ് പഠിക്കേണ്ടത്. അവർക്ക് പഠിക്കാനുള്ള അവകാശമാണ് ഇവിടെ ഹനിക്കപ്പെടുന്നത്. എന്തായാലും KCB ഈ വിഷയത്തിൽ കൃത്യമായ ഒരു ഇടപെടൽ നടത്തിയാൽ ആ കുടുംബത്തിന്റെ സങ്കടം മാറും എന്നുള്ളതാണ്. കുട്ടികളുടെ അച്ഛൻ മോഹനാണ് ജനം ടിവിയോട് പ്രതികരിച്ചത്. സുബിൻ തോമസ് ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.